ശ്രീ ടി ജിയിലേക്ക് തന്നെ പോകാം. ശ്രീ ടി ജി മോഹൻദാസ്, മുൻ ചീഫ് സെക്രട്ടറി, മലയാളം സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ, ശബരിമലയുടെ സ്പെഷ്യൽ കമ്മീഷണർ എന്നുള്ള നിലയിൽ ശബരിമലയിൽ മുൻ പരിചയം, IMGയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ, കവി, ഗാനരചയിതാവ്, സാഹിത്യകാരൻ, പ്രഭാഷകൻ, നർമ്മ ചതുരൻ. ഏറ്റവും ഉചിതമായ കരങ്ങളിലേക്കല്ലേ ദേവസ്വം ബോർഡിൻ്റെ നേതൃസ്ഥാനം എത്തുന്നത്? ഇത് അദ്ദേഹത്തിൻ്റെ കവിത്വമോ സാഹിത്യസിദ്ധിയോ ഇതൊന്നും ഇവിടെ വിഷയമല്ലല്ലോ. കർക്കശക്കാരനായ ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ കഴിവുള്ള, വിട്ടുവീഴ്ച ചെയ്യാത്ത, വഴങ്ങിക്കൊടുക്കാത്ത ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ ഇവിടെ കാര്യങ്ങൾ നേരെയാക്കാൻ പറ്റുള്ളൂ. അത് ഹൈക്കോടതി ഇപ്പോൾ 5-ാം തീയതി ഇറക്കിയ ഇടക്കാല ഉത്തരവ്, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ പട്ടാപ്പകലാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ വാതിൽ പാളി എന്ന് പറയും, ആ വാതിൽ പാളി കൊണ്ടുപോയത് പകൽ സമയത്താണ്, നട തുറന്നിരിക്കുന്ന സമയത്താണ്. ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗം വായിച്ച് കേൾപ്പിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ദ സെറ്റ് പെർമിഷൻ കൊടുത്തത് എങ്ങനെയാണെന്നൊക്കെ കോടതി വിശദീകരിക്കുന്നുണ്ട്. 2019 സംഭവമാണ്. മിസ്റ്റർ പോറ്റി എംപ്ലോയിഡ് വൺ മിസ്റ്റർ നന്ദനൻ, എ കാർപ്പൻറ്റർ, ആൻഡ് ഹി വാസ് ബ്രോട്ട് ടു സന്നിധാനം ടു ടേക്ക് ദ മെഷർമെൻറ്റ്സ് ഓഫ് ദി മെയിൻ ഡോർ. ശ്രീകോവിലിൻ്റെ മെയിൻ ഡോറിൻ്റെ മെഷർമെൻ്റ് എടുക്കാൻ നന്ദനൻ എന്ന ആശാരിയെ സന്നിധാനത്ത് കൊണ്ടുവരുന്നു. ആസ് നന്ദൻ ഹാഡ് കം ടു സന്നിധാനം ഡ്യൂറിങ് ദ പീരീഡ് വെൻ ദ നട വാസ് ഓപ്പൺ. നട തുറന്നിരിക്കുന്ന സമയത്താണ് നന്ദൻ ആശാരി വരുന്നത്. ദ കീഴ്ശാന്തിമാർ ഹാഡ് റിമൂവ്ഡ് ദ ഡോർസ് ആൻഡ് ഹാൻഡഡ് ഓവർ ടു ഹിം ഫോർ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ്. മെഷർമെൻ്റ് എടുക്കാനായിട്ട് ശ്രീകോവിലിൻ്റെ വാതിലുകൾ ഇളക്കിയെടുത്തു. പട്ടാപ്പകൽ നട തുറന്നിരിക്കുമ്പോൾ, ഒരുപക്ഷെ രാത്രിയാകാം, രാത്രി നട തുറന്നിരിക്കാറുണ്ടല്ലോ. ഇത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിന് താഴെ വന്ന കമൻസിൽ ഒരാൾ പറഞ്ഞു, ഇത് ശരിയാണ് സാർ, അന്ന് ഞാൻ ക്യൂവിലുണ്ടായിരുന്നു, 3/4 മണിക്കൂർ നേരം ദർശനം നിർത്തിവെച്ചിട്ട് ഡോറ് അഴിച്ചെടുത്തു. ഇതാണ് അങ്ങേര് പറയുന്നത്. ആൻഡ് ദെയർ ആഫ്റ്റർ ദ ഡോർസ് വെയർ പ്ലേസ്ഡ് ബാക്ക്. മെഷർമെൻ്റ് എടുത്തിട്ട് ഡോറ് തിരിച്ചു വെച്ചു. ഇത് പെട്ടെന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. നമ്മളുടെ പഴയ കൊണ്ടുതിരി കഥകൾ, വിജാഗരി അല്ല ശ്രീകോവിലിന്, കൊണ്ടുതിരി കഥകാണ്, ചെറുതുമാണ്. അപ്പം മുകളിൽ കൊണ്ടുതിരി കഥകിന് ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇളക്കി കഴിഞ്ഞാൽ വാതിൽ നിങ്ങൾക്ക് അനായാസം ഇളക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത് ഇളക്കിയെടുത്തിട്ട് ഇതെല്ലാം ഹൈക്കോടതി പറയുന്നുള്ളൂ കേട്ടോ. ഡോർസ് വെയർ ഹങ് ഫ്രം ആൻ ഇൻവേഴ്സ് ലോക്ക്. കൊണ്ടുതിരി കഥകിന് കോടതി പറയുന്നത് ഇൻവേഴ്സ് ലോക്ക് ആൻഡ് കുഡ് ബി ഈസിലി റിമൂവ്ഡ് വിത്തൗട്ട് മച്ച് ഇൻ്റർവെൻഷൻ. ഇതുകൊണ്ടാണ് കീഴ്ശാന്തിമാർക്ക് ഇത് അഴിച്ചെടുക്കാൻ പറ്റിയത്. അഴിക്കാൻ ആശാരി വേണ്ട, സാധാരണ മനുഷ്യർക്ക് അഴിക്കാം. പക്ഷേ അകത്ത് നിന്നേ അഴിക്കാൻ പറ്റുള്ളൂ, പുറത്തുനിന്ന് അഴിക്കാൻ പറ്റില്ല. അതാണ് ഈ കൊണ്ടുതിരി കഥകിൻ്റെ പ്രത്യേകത. കള്ളന് കയറാൻ പറ്റില്ല, പക്ഷേ ഉടമസ്ഥന് വേണമെങ്കിൽ വാതിൽ പാളി തന്നെ അഴിച്ചെടുക്കാനും പറ്റും. പഴയൊരു കൺസ്ട്രക്ഷനാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഈ മെഷർമെൻറ്റുമായിട്ട് തൃശ്ശൂർ പോയിട്ട് തേക്കിൻ്റെ പലക വാങ്ങിച്ച് ബാംഗ്ലൂർ പോയിട്ട് അവിടെ വെച്ച് ഡോർ പണിഞ്ഞു. തിരിച്ച് ശബരിമലയിൽ വന്നു. വീണ്ടും ഇരിക്കുന്ന ഡോർ അഴിച്ചിട്ട് ഈ ഡോർ ഫിറ്റാകുന്നുണ്ടോ എന്ന് നോക്കി, ഫിറ്റാകുന്നുണ്ടോ എന്ന് കണ്ട് വീണ്ടും ബാംഗ്ലൂർ കൊണ്ടുപോയി ചെമ്പുപാളി പൊതിഞ്ഞ് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഫിറ്റാകുന്നുണ്ടോ എന്ന് നോക്കി വീണ്ടും എടുത്തുകൊണ്ട് പോയി സ്വർണം പൂശിയിട്ട് തിരിച്ചു വെച്ചു. അപ്പോൾ ഒറിജിനൽ ഡോർ എവിടെ? അതാണ് എന്തിൻ്റെ കൗണ്ടറിലാണത് കിടന്നത്? ഏതോ ഒരു വഴിപാട് നടത്തുന്ന കൗണ്ടറിൻ്റെ അരികിലായിട്ട് അവിടെ കിടന്നു മാസങ്ങളോളം. പിന്നെ ഇപ്പോൾ വിജിലൻസുകാരൊക്കെ തപ്പിക്കഴിഞ്ഞപ്പോഴാണ് ഇതെന്താ ഈ ഡോർ ഇവിടെ കിടക്കുന്നത്, ഇതെന്ത് സാധനം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ്, അല്ല ഇത് ശ്രീകോവിലിൻ്റെ പഴയ ഡോറാണ്. ഏത് സ്വർണം പൊതിഞ്ഞത്, വിജയമല്യ പൊതിഞ്ഞത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മലൻ പൊതിഞ്ഞത്. ഈ സാധനം ഈ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ കിടക്കുകയാണ്. ഇപ്പം 4 പാടും സ്വർണം കിടക്കുമ്പോൾ സ്വർണത്തിന് വലിയ വിലയില്ലെന്ന്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ വളരെ കർക്കശക്കാരനായ ഒരു അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ ഇത് നേരെ ആക്കാൻ പറ്റുള്ളൂ.
ശ്രീ എ ജയകുമാർ ഈ പറഞ്ഞ പോലെ ഒരു വിവാദവും ഉണ്ടാക്കാതെ സ്മൂത്തായിട്ട് തൻ്റെ സർവീസ് ജീവിതം അവസാനിപ്പിക്കുകയും പിന്നെ അടുത്ത ലാവണത്തിലേക്ക് കയറുകയും അങ്ങനെ ചെയ്ത ബ്യൂറോക്രാറ്റ്സൊക്കെ ഉണ്ട്. അവർക്ക് സാമർഥ്യമോ ദുസ്സാമർഥ്യമോ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് സർവീസ് കഴിഞ്ഞാലും പിന്നെ അവർക്ക് തസ്തികകൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അക്കൂട്ടത്തിൽ ഒരാളാണ് ശ്രീ എ ജയകുമാർ. ഞാനതുകൊണ്ടാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാഹിത്യ സിദ്ധിയെപ്പറ്റി അല്ല ചർച്ച, അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റിയെ പറ്റിയാണ്. ഹീ ഈസ് നോട്ട് നോൺ ഫോർ ഹിസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ ഓർ എനിത്തിങ്. ഇങ്ങനെ കൂട്ടത്തിൽ അങ്ങനെ അങ്ങ് പോവുക, അദ്ദേഹമായിട്ട് കുഴപ്പമൊന്നും കാണിക്കില്ല, വേറെ അല്ലെങ്കിൽ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സ്വഭാവക്കാരനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല, കാരണം എനിക്ക് അദ്ദേഹത്തെ അടുത്തറിഞ്ഞുകൂടാ. പക്ഷേ അടുത്തറിയാവുന്നവർ പറയുന്നത് ഒരു സ്മൂത്ത് ഗോയിങ് മാൻ, വിൽ നോട്ട് ക്രിയേറ്റ് എനി റിപ്പിൾസ്, അങ്ങനെ അങ്ങ് പോകും. അതേസമയം ഇപ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രിയോറിറ്റി അടുത്ത സീസണാണ്. സീസണിൽ പ്രിയോറിറ്റി ഭക്തജനങ്ങൾക്ക് സന്തോഷമായ ഒരു ദർശനം കിട്ടുക, അങ്ങനെ ഒരു ആത്മസംതൃപ്തിയോടെ ഭക്തന്മാർക്ക് മടങ്ങാനുള്ള അവസരം ഉണ്ടാവുക. ഇതാണ് അദ്ദേഹം ടി വിയിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബൈറ്റിലുമൊക്കെ പറയുന്നതാണ്. എന്നാൽ അദ്ദേഹം ഒരു 2-3 ആഴ്ച മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവർക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തു. അതിൽ അവർ ഒരു ചോദ്യം ചോദിച്ചു, സാർ, നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ഫ്രീ ആയിട്ട് ബസ് ഓടിക്കാൻ സ്പോൺസർമാർ തയ്യാറായിരുന്നു, പക്ഷേ ദേവസ്വം ബോർഡ് അത് അനുവദിച്ചില്ല. അതെന്താണ്? സത്യത്തിൽ ഭക്തന്മാരുടെ സ്നേഹമുണ്ടെങ്കിൽ ഫ്രീ ട്രാൻസ്പോർട്ട് ആരാണെന്ന് വെച്ചാൽ ഭക്തരാണല്ലോ, പണക്കാരനെന്നോ പാവപ്പെട്ടവനോ ഒന്നുമില്ല, ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് സമ്മതിച്ചില്ല. ഇദ്ദേഹം ചോദിക്കുകയാണ്, അല്ല ദേവസ്വം ബോർഡ് എന്തിനത് സമ്മതിക്കണം, എന്തിന് ഫ്രീ ട്രാൻസ്പോർട്ട് കൊടുക്കണം? അല്ല, KSRTCക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? ഇത് പറഞ്ഞിട്ട് ഒരു മിസ്ചിവസ് ചിരിയും. കാരണം KSRTC പണം ഉണ്ടാക്കുന്നത് നിലയ്ക്കൽ പമ്പ സർവീസ് വഴിയാണ്. നല്ല കാശുണ്ടാക്കുന്ന KSRTC, അത് ഉണ്ടാക്കട്ടെ എന്ന്, അതൊന്നും ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞത് ശ്രീ കെ ജയകുമാർ IAS ആണ്, വെറും 2-3 ആഴ്ച മുമ്പ്. ദിസ് ഈസ് വൺ തിങ്. നമ്പർ 2, ഇപ്പോൾ നമ്മളെ പ്രസൻറ്റ് സിറ്റുവേഷൻ, തിരുവാഭരണ കമ്മീഷൻ, തിരുവാഭരണങ്ങൾ എവിടെ, അത് മിസ്മാനേജ് ചെയ്തു, ഇൻവെൻട്രി ഇല്ല, ഒന്നുമില്ല. ഇതിൽ അദ്ദേഹത്തിൻ്റെ അത് ഈ ചോദ്യമൊന്നും അവർ ചോദിക്കുന്നില്ല. ബട്ട് വേറൊരു ചോദ്യം ചോദിക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ B നിലവറ തുറക്കാത്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയാമോ? ആ നിലവറ തുറക്കാഞ്ഞിട്ട് ലോകത്തെന്താ, ഈ രാജ്യത്തെന്താ വല്ല കുഴപ്പമൊന്നും സംഭവിച്ചോ? എന്താ ഇത്ര വലിയ ധൃതി? എന്താ അത് തുറന്നിട്ട് കാര്യം? അതിൻ്റെ താക്കോല് കാണുന്നില്ല, അതുകൊണ്ടാണ് അത് തുറക്കാത്തത്. മാത്രമല്ല, അത് ഡെയ്റ്റിയുടെ കീഴിലാണ് B നിലവറ ഇരിക്കുന്നത്. അപ്പോൾ ഒരു മഹാക്ഷേത്രത്തിൻ്റെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഡെയ്റ്റി നിലവറ എന്ന് പറഞ്ഞാൽ ഒരു കാവിറ്റിയാണല്ലോ, ഒരു പത്തായം പോലത്തെ സാധനമാണല്ലോ. ഈ കാവിറ്റിയുടെ പുറത്ത് ശ്രീകോവിൽ പണിയും എന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവായിരുന്നു. ഒരു ക്ഷേത്രത്തിൻ്റെയും ശ്രീകോവിൽ ഏതെങ്കിലും ഒരു കാവിറ്റിയുടെ പുറത്ത്, ഒരു പത്താഴത്തിൻ്റെ, ഒരു നിലവറയുടെ പുറത്ത് പണിയുക, ആ നിലവറയുടെ തട്ട് പൊളിഞ്ഞു കഴിഞ്ഞാൽ വിഗ്രഹം അടിയിലേക്ക് പോവുക, ഇങ്ങനത്തെ ഒരു പ്രക്രിയയൊക്കെ ഉണ്ടോ? ബട്ട് അദ്ദേഹം പറഞ്ഞു, ബേസിക്കലി ദാറ്റ് ഷോസ് ഹിസ് മൈൻഡ് ദാറ്റ് ഹീ ഈസ് ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഇൻവെൻട്രി. ഇതാണ് B നിലവറ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവസാനത്തെ തുറക്കാത്ത നിലവറയാണ്. അതിനകത്ത് എന്തുണ്ടെന്ന് ആർക്കും അറിയില്ല. അത് വെറും കൗതുകം മാത്രമല്ല, കണക്കെടുപ്പിൻ്റെയും ഒരു പ്രശ്നമാണ്. സുപ്രീം കോടതി അവരുടെ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു, ഞങ്ങളൊരു കമ്മിറ്റിയെ ഉണ്ടാക്കിയിട്ടുണ്ട്, B നിലവറ തുറക്കണോ വേണ്ടതെന്ന് കമ്മിറ്റി തീരുമാനിച്ചിട്ട് അവർ യുക്തമായ തീരുമാനം എടുക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുവരെ B നിലവറ തുറന്നിട്ടില്ല, അതിൻ്റെ ഇൻവെൻട്രി നടന്നിട്ടില്ല. സോ ഇൻവെൻട്രിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഭക്തജനങ്ങൾക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളെപ്പറ്റിയും അദ്ദേഹം കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നു. ഇനിയിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ തീരുമാനിക്കട്ടെ അദ്ദേഹം എന്തായിരിക്കും ശബരിമലയിൽ ചെയ്യാൻ പോകുക.